ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഈ 6 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടല്ലോ, ഈ ബ്രിഡ്ജിന്റെ ഈ ഭാഗത്ത് വന്ന് നോക്കുമ്പോഴുണ്ടല്ലോ നല്ല വ്യൂ ആണ്. ഞാൻ ഒരുപാട് വ്ളോഗിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശരിക്കും ഈ ഉദയസൂര്യനെ കണ്ടുകൊണ്ട് അന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നേക്കാളും നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഈ ലേക്ക് ഞങ്ങളുടെ വീടിന്റെ നേരെ കിഴക്ക് വശത്താണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആ ബാൽക്കണിയിലോട്ട് എൻട്രൻസിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാനുണ്ടല്ലോ, ഭയങ്കര രസമാണ്. ബ്രിഡ്ജിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ വീഡിയോ എടുക്കാറുണ്ട്, അപ്പം ഞാനും എടുക്കാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കും, കന്യാകുമാരിയിലും മറ്റുമൊക്കെ പോകുമ്പോഴല്ലേ നമ്മളിങ്ങനെ ഉദയസൂര്യനെ കാണുന്നത്, ഇത്രയും ക്ലിയർ ആയിട്ട് കാണുന്നത്. പക്ഷെ എനിക്ക് എന്ന് ഇത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിന്ന്. അപ്പം ഞാനത് എപ്പോഴും ദൈവത്തോട് നന്ദി പറയാറുണ്ട്. ഇപ്പം ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ നന്ദി പറയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ പ്രപഞ്ചം നമുക്ക് കൊണ്ടുതരും എന്നാണ് പറയപ്പെടുന്നത് അല്ലേ. അപ്പം ഞാനും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറിയ കാര്യങ്ങളിൽ വലിയ സന്തോഷം കണ്ടുപിടിക്കുന്ന ആളും കൂടിയാണ്. അപ്പം ഞാൻ അങ്ങനെ ഭയങ്കരമായ വലിയ ഡ്രീംസോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് എൻ്റെ ജീവിതം മനോഹരമാക്കുന്നത്. അപ്പം അതിലൊരു കാര്യമാണ് രാവിലത്തെ ഈ ഉദിച്ച് ഉയരുന്ന ഈ സൂര്യനും. പിന്നെ രാവിലെ തന്നെ കോലമൊക്കെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റാലില്ലേ, രാവിലെ തന്നെ സുപ്രഭാതം വെക്കാറുണ്ട്. MS സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതം കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ സുപ്രഭാതം പാട്ട് കേൾക്കുന്നത്. അപ്പം നിങ്ങൾക്ക് TV-യിലില്ലെങ്കിൽ ഫോണിലെങ്കിലും വെച്ച് കേൾക്കാം കേട്ടോ, നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൃഷ്ണ ഭജൻസ് ഒക്കെ വെക്കാറുണ്ട്. എനിക്ക് വീടിനുള്ളിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ ഇന്നുണ്ടല്ലോ ആമി സ്കൂളിൽ പോയിട്ടില്ല. ശരിക്കും രാവിലെ അവൾ റെഡിയായി സ്കൂളിൽ വിടാൻ യൂണിഫോം എല്ലാം ഇട്ട് നല്ലതായിട്ട് നിന്നതാണ് കേട്ടോ. പെട്ടെന്നാണ് അവൾക്കൊരു വയർ അപ്സെറ്റായി. പിന്നെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയതുകൊണ്ട് ഡിസെൻട്രിയുടെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിട്ടിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ കുറച്ചൊന്ന് വിഷമിച്ചിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് അങ്ങനെ ആമി ലീവൊന്നും എടുക്കാറില്ല കേട്ടോ. ആമിക്ക് മാക്സിമം ഞാൻ ലീവ് എടുക്കത്തേ ഇല്ല. തീരെ വയ്യെങ്കിൽ മാത്രമാണ് ലീവ് എടുക്കുള്ളൂ. കാരണം ഒരു ദിവസം ലീവ് എടുത്താൽ ഒരുപാട് നോട്ട്സ് കാണും. പിന്നെ അത് വേറെ പാരൻസിൻ്റെ നിന്നൊക്കെ മേടിച്ച് എഴുതിക്കണം. അതും എനിക്ക് തന്നെയാണ് തലവേദന വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ലീവ് എടുക്കത്തില്ല. മാത്രമല്ല വീട്ടിലിരുന്നാലും അവൾക്കും ബോറടിക്കും. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ ആദ്യമായിട്ട് ഈ വർഷത്തെ ലീവ് എടുത്തതാണ് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ശരിയായി. അപ്പം ഞാൻ പിന്നീട് വിടാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഹസ്ബൻഡ് സമ്മതിച്ചില്ല. ഇന്ന് എന്തായാലും ഒരു ദിവസത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്കും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ കുറച്ച് എയറോബിക്സിൻ്റെ എക്സസൈസ് ഒക്കെ ചെയ്തു. അപ്പം ഞാൻ അത് ചെയ്യുന്ന കണ്ടിട്ട് ആമിയും കൂടി എന്നോടൊപ്പം കൂടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എക്സസൈസ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നല്ലപോലെ വിയർത്തു. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഡെയിലി രാവിലെ നടക്കാൻ പോകാറുണ്ട്. പക്ഷേ ഹസ്ബൻഡിന് നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ദിവസങ്ങളിൽ രാവിലെ ഞങ്ങൾ പോകത്തില്ല. കാരണം ഹസ്ബൻഡ് പിന്നെ ക്ഷീണം കൊണ്ട് ഉറക്കമായിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും ഹസ്ബൻഡിന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണ്. പക്ഷേ ഹസ്ബൻഡ് രാവിലെ പോയി. ഇന്ന് മഴയാണ് ചതിച്ചത്. മാത്രമല്ല ആമിയും കൂടി ഉള്ളത് കൊണ്ട് അവളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നടക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഒരാൾ അവളുടെ അടുത്ത് ഇരുന്നാലേ വേറൊരാളിന് നടക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വിചാരിക്കുന്ന അത്ര പ്രൊഡക്റ്റീവായിട്ട് നടക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഓർത്തു വീട്ടിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം, ഹസ്ബൻഡ് എന്തായാലും നടന്നിട്ട് വരട്ടെ എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കൈയോടെ തന്നെ കുളിക്കാമെന്ന് കരുതിയിട്ട് ബാത്റൂം ഒന്ന് ഡീപ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ബാത്റൂമിൻ്റെ ചുവരുകളെല്ലാം നല്ലപോലെ ഹാർപ്പിക്ക് യൂസ് ചെയ്തിട്ട് കഴുകും. പിന്നെ ടൈൽസും തറയും എല്ലാം കഴുകാറുണ്ട് കേട്ടോ. പിന്നെ ഡെയിലി കുളിക്കുമ്പോൾ ടൈൽസ് താഴെ തറയൊക്കെ കഴുകി ഇടാറുണ്ട് ഹാർപ്പിക്ക് യൂസ് ചെയ്തിട്ട്. പിന്നെ ക്ലോസറ്റ് എപ്പോഴും ഞാൻ ഹാർപ്പിക്ക് യൂസ് ചെയ്തിട്ട് ഡെയിലി 2 നേരമെങ്കിലും ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. ഒരുപാട് അഴുക്ക് പിടിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ഇവിടെ ഹാർഡ് വാട്ടർ ആണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റെയിൻസ് വരും. അപ്പം അങ്ങനെയാണ് എൻ്റെ ബാത്റൂം കഴുകലൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഇതിനിടയിൽ ഹസ്ബൻഡ് നടക്കാനൊക്കെ പോയിട്ട് വന്നപ്പോൾ കരിക്കും മേടിച്ചുകൊണ്ടാണ് വന്നത്. ആമിക്ക് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു സ്റ്റൊമക്ക് അപ്സെറ്റ് ആയതുകൊണ്ട് കരിക്ക് വെള്ളം കൊടുക്കാമെന്ന് കരുതി. നൊങ്ക്, കരിക്ക് ഇതൊക്കെ മക്കൾക്ക് ഈ വയറുവേദന ഉള്ള സമയത്ത് കൊടുക്കുന്നത് നല്ലതാണ്. തലേ ദിവസം കഴിച്ച എന്തോ ആഹാരത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അവൾക്ക് ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം വന്നതാണ്. പിന്നെന്തേലും അങ്ങനെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി. സത്യം പറഞ്ഞാൽ തലേന്ന് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ പോലും എടുത്ത് വെച്ചിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ ഗ്രോസറി ഒക്കെ എടുത്തായിരുന്നു എന്ന്. അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇന്ന് വേണം അതൊക്കെ എടുത്ത് വെക്കാനായിട്ട്.
പിന്നെ ഇപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ഇതിലായതുകൊണ്ട് തന്നെ രാവിലെ ഓട്സ് ആണ് കഴിക്കുന്നത്. ഞങ്ങൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് കേട്ടോ കഴിക്കുന്നത്. സഫോളയുടെ ക്രീമി ഓട്സ് ഇല്ല, അതാണ് കഴിക്കുന്നത്. പക്ഷേ റോൾഡ് ഓട്സ് ആണ് നല്ലത് വെയിറ്റ് ലോസിന്. ഞങ്ങൾ ഇതുവരേക്കും അത് മേടിച്ചിട്ടില്ല, പക്ഷെ അത് മേടിക്കണം. അപ്പം ഞാൻ എപ്പോഴെങ്കിലും വാങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിൽ പലരും കഴിച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അപ്പം ആമിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഇഡ്ഡലിയാണ് കൊടുത്തത്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓട്സ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ കുടിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവൾക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ കൂടി കുറച്ച് കൊടുത്തേട്ടോ. ഒരുപാട് കൊടുക്കത്തില്ല ആമിക്ക് ഓട്സ്. അങ്ങനെ ഞാൻ ഉപ്പിട്ടിട്ടാണ് ഓട്സ് കഴിക്കുന്നത് കേട്ടോ. ശരിക്കും എനിക്ക് പിന്നീട് ഭയങ്കര ഒരു കുറ്റബോധം തോന്നി. കാരണം വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, എന്നിട്ടും ഇങ്ങനെ ഒരു ക്ലാസ് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു വിഷമം. പക്ഷെ ഭാഗ്യത്തിന് അന്നത്തെ ദിവസം ഒരുപാട് നോട്ട്സ് ഒന്നും എഴുതിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണെങ്കിൽ പറയാം. അവൾക്കിപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മിഡ് ടൈം എക്സാം നടക്കുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം പോർഷൻസ് കവർ ചെയ്ത് പഠിപ്പിച്ച് കൊടുക്കണം. അപ്പൊ അതിനിടയിലാണ് ഈ വീഡിയോ എടുക്കലും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ അടുക്കിപ്പറക്കി വെക്കുന്നതിനിടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇന്നത്തെ ടോപ്പിക്ക് തമ്പനയിൽ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സോഷ്യൽ മീഡിയ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. പോസിറ്റീവായിട്ടുള്ള രീതിയിലും നമുക്ക് എടുക്കാം, നെഗറ്റീവായിട്ടുള്ള രീതിയിലും എടുക്കാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ ഒരു വലിയൊരു ചേഞ്ചാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബോധപൂർവം നമ്മളത് മനസ്സിലാക്കി നമ്മൾ എവിടെയാണ് മിസ്റ്റേക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നമുക്ക് ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിലെ പോയിന്റ്സുകൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കണോ വേണ്ടയോ, നമ്മൾ എത്രത്തോളം മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്കതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് നോക്കാം. ഒത്തിരി നല്ല പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. ആദ്യത്തെ പോയിന്റ് തന്നെ കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയാണല്ലേ. ഒന്നോ രണ്ടോ മക്കളോ അല്ലെങ്കിൽ ഒരു മക്കളോ അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്ന ഒരു കുടുംബമായിരിക്കും അല്ലേ. പണ്ടത്തെ പോലെ കൂട്ടുകുടുംബം അല്ല. അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മുമ്മയും പേരക്കുട്ടികളും ആയിട്ടുള്ള ഒരു കുടുംബ വ്യവസ്ഥിതി അല്ലല്ലേ ഇപ്പോൾ. ഇപ്പം എല്ലാവരും ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒക്കെയാണ് ജോലിയുടെ ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് പോകുന്നതാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു കണക്ഷനോ പരസ്പരം ഒരു ഇരുന്നൊന്നും സംസാരിക്കാൻ പോലും ആർക്കും സമയമില്ല. നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ആരുടെയും കുറ്റമല്ല. നമുക്ക് ഓരോ ജോലി തിരക്കുകളും നമ്മുടെ ഒക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ആർക്കും ആരോടും സംസാരിക്കാൻ നേരമില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഫോണിനെ തന്നെയാണല്ലേ. പക്ഷേ നമ്മൾ വീട്ടമ്മമാര് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ തന്നെയാണല്ലേ. ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടമ്മയായിട്ടുള്ള നമ്മളെ പോലുള്ള സ്ത്രീകൾക്ക് ഒരാശ്രയം തന്നെയാണ് ഇത്തരം വ്ളോഗുകൾ. അതിൽ നിന്ന് നമുക്ക് ഒത്തിരി മോട്ടിവേഷൻ കിട്ടും. നമ്മളൊന്ന് മടി പിടിച്ചിരിക്കുമ്പോൾ നമ്മളൊന്നും ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ആരോ കൂടെ ഉള്ളതുപോലെ തോന്നും. ഞാൻ പോലും പലപ്പോഴും പല വ്ളോഗുകളും ഓൺ ചെയ്ത് വെച്ചിട്ടാണ് എൻ്റെ വീട്ടുപണികൾ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ്. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയാൽ, മോള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോണാണ്. അത് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ശരിക്കും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലും നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. പല രാജ്യങ്ങളിലുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന പല ആളുകളെയും ഒരു കുടക്കീഴിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ. വീട്ടമ്മമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ പലതരത്തിലുള്ള എക്സ്പീരിയൻസസ് നമുക്ക് ഷെയർ ചെയ്യുന്നത് കേൾക്കാനായിട്ട് പറ്റും. ഒരു പക്ഷേ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളായിരിക്കാം വേറൊരാളുടെ വ്ളോഗിലൂടെ നമ്മൾ കേൾക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഒത്തിരി ഇമോഷൻസ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഈ സോഷ്യൽ മീഡിയ വഴി. എത്ര അകലെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, എത്ര ഭാഷ അറിയില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ചില വ്ളോഗുകൾ കാണുമ്പോൾ അയ്യോ ഇത് എൻ്റെ അവസ്ഥയാണല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ, എന്നിട്ട് അവരത് തരണം ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ നോക്കിയിട്ട് ശരിക്കും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പല ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനെയും ആശ്രയിച്ച് തന്നെയാണ് നമ്മുടെ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഒത്തിരി ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ തുറന്നു തന്നിരിക്കുന്നത് അല്ലേ. എസ്പെഷ്യലി വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ ഐഡിയ കാണത്തില്ല. അപ്പൊ നമുക്ക് പല ഐഡിയകളും കിട്ടുന്നത് ഇതുപോലുള്ള പലതരം ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വർക്ക് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആൾക്കാരുടെ ഒരു ഇത് വേണ്ടേ, നമുക്കൊരു ബിസിനസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണം അല്ലേ.
അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന്റെ ഫീൽഡിലാണെങ്കിലും പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ, ഞാൻ ചെയ്യുന്ന പോലെ കോണ്ടന്റ് ക്രിയേഷൻ പോലെയോ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് പോലെയുള്ള ഒത്തിരി മേജർ ഇൻകം സോഴ്സസ് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. ഒത്തിരി പേര്, ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 95% ആൾക്കാരും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉള്ളവർ തന്നെയാണല്ലേ. അതിൽ വളരെ ചുരുക്കം പേര് മാത്രമാണ് ഇതൊന്നും യൂസ് ചെയ്യാതെ ഇരിക്കുന്നത്. അതും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എത്രയോ പേരുടെ ജീവിതമാണല്ലേ സോഷ്യൽ മീഡിയ വഴി രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് നല്ലൊരു ഇൻകം സോഴ്സും കൂടിയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ്. പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല അല്ലേ. അത്രയും പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ മാത്രം ഏതെങ്കിലും പത്രങ്ങളിൽ മാത്രം വരും. അതും സെലക്ട് ചെയ്തുള്ള പേപ്പറുകളിലായിരിക്കും നമ്മൾ വായിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കൊരു അഭിപ്രായം പറയണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പൊളിറ്റിക്സിനെ കുറിച്ചോ എന്തിനെങ്കിലും കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിലും നല്ലത് പറയണമെങ്കിലും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയ അവൈലബിൾ ആണ്. പണ്ട് നമുക്ക് അതൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പൊ അതും ഒരു പോസിറ്റീവ് രീതിയിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ആണിത്. ഫോർത്ത് പോയിന്റ്, എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. ഏറ്റവും കൂടുതൽ ഇതിന്റെ പോസിറ്റീവ് സൈഡ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ് കേട്ടോ. ഈ ലോകത്തുള്ള എന്ത് കാര്യത്തിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിലും ഒന്ന് സോഷ്യൽ മീഡിയയിൽ തപ്പിയാൽ മതി. പക്ഷെ പലരും അത് ചെയ്യത്തില്ല. നമ്മൾ മറ്റു പല കാര്യങ്ങളായിരിക്കും നോക്കുന്നത് അല്ലേ. നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന എന്ത് സംഭവം ആണെങ്കിലും നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. പുതിയ പുതിയ കൾച്ചറുകൾ മനസ്സിലാക്കാൻ പറ്റും. പുതിയ പുതിയ ഡിസീസിനെ കുറിച്ചും അതുപോലെ ഹെൽത്ത് അവയർനെസ്സിനെ കുറിച്ചും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, പിന്നെ ഗ്ലോബൽ ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങൾ, പിന്നെ IT ഫീൽഡിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച്, അങ്ങനെ എന്ത് കാര്യത്തെക്കുറിച്ചും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ വഴി പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. ഒരു കൂട്ടം ആളുകളെ ഇങ്ങനെ ആക്രമിച്ച് അല്ലെങ്കിൽ ഇമോഷണലി നമ്മളിങ്ങനെ ഡൗൺ ആക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ. അത്തരം ആളുകൾക്കൊക്കെ ഒത്തിരി സപ്പോർട്ട് കിട്ടുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അത്രത്തോളം സപ്പോർട്ടാണ് പലതരത്തിലുള്ള ആളുകൾക്കും ഉണ്ടായിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മളെ പോലുള്ള വുമൻസിന് ഒത്തിരി വുമൺ എംപവർമെന്റ് പ്രോഗ്രാംസും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ഹോം മേക്കേഴ്സ് പോലുള്ളവർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ വഴി കിട്ടുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ ചാരിറ്റി വർക്കുകൾ ചെയ്യാനാണെങ്കിലും ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പുകളാണെങ്കിലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്നുണ്ട്. 6th പോയിന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം കൂടിയാണ്. മോട്ടിവേഷൻ ഫോർ ഹോം മേക്കേഴ്സ് എന്നുള്ളതാണ്. നമ്മളെപ്പോലുള്ള വീട്ടമ്മമാര് വളരെയധികം ഡെസ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും ഒരു വ്ലോഗ് കാണപ്പെടുന്നത് അല്ലേ. ഒരാൾ ആക്റ്റീവായിട്ട് ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ പോയിട്ട് നമുക്കൊന്ന് ബൂസ്റ്റപ്പ് ആവാനായിട്ട് പറ്റും. എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. എത്രയോ തവണ ഞാൻ ഡെസ്പായിട്ട് ഇരുന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് മടി പിടിച്ചിരുന്ന സമയത്ത് എന്നെ ഉണർത്തിയിട്ടുള്ള എത്രയോ വ്ലോഗുകളുണ്ട്. അതിപ്പോൾ പല ഭാഷകളിൽ നിന്നും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ പോലുള്ള വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ലോഗുകൾ തന്നെയാണ്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. സെൽഫ് കെയറിൻ്റെ കാര്യമാണെങ്കിലും ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നതാണെങ്കിലും നല്ലൊരു റൊട്ടീൻ സെറ്റ് ചെയ്യുന്നതാണെങ്കിലും ക്ലീനിങ് ചെയ്യുന്നതാണെങ്കിലും ഈവൻ ഒരു വീട് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ അല്ലെങ്കിൽ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ വ്ലോഗുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. എന്നെയും ഒരുപാട് തവണ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും വന്ന് പറഞ്ഞു തരാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗേഴ്സിന്റെ വീഡിയോകളിലൂടെ നമുക്ക് കിട്ടാറുണ്ടല്ലേ. അപ്പൊ അതൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഈ 6 പോയിന്റ്സ് ആണ് നമുക്ക് സോഷ്യൽ മീഡിയ ലൈഫ് സ്റ്റൈൽ വ്ലോഗുകൾ കൊണ്ട് പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സ്. ഇനി അടുത്ത് നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട്സ് നോക്കാം. അപ്പോൾ നമ്മൾ പോസിറ്റീവ് കാര്യം പറഞ്ഞതുപോലെ തന്നെ അതിൽ പല കാര്യങ്ങളും നെഗറ്റീവായിട്ടും നമ്മളെ ബാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധയോടെ കേൾക്കുക. ഫസ്റ്റ് പോയിന്റ് തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോൺലിനെസ്,
കോംപ്ലക്സ്, ഭയങ്കരമായിട്ട് ലോ എസ്റ്റീമായിട്ട് ഫീൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. നമ്മൾ പോലും അറിയത്തില്ല. ഗ്രാജുവലി ഇതിങ്ങനെ കൂടി വരുമ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നത്, അയ്യോ നമ്മൾ എന്തോ ഒരു വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെന്നുള്ളത്. കാരണം നമുക്ക് ഒരു ടൈം ലിമിറ്റ് ഇല്ലല്ലോ. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഈ ഒരു ഫോണിലാണല്ലോ. നമ്മൾ പ്രത്യേകിച്ച് വീട്ടമ്മമാര് പണിയൊന്നും ചെയ്യാൻ മടിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ ഒരു ടൈം പോലും സെറ്റ് ചെയ്യാതെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്താണ് സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, അത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പല വ്ളോഗുകളിലും പല ഷോർട്സുകളിലും ഞാൻ കമന്റ്സ് ഒക്കെ എൻ്റെതല്ല മറ്റുള്ളവരുടേത് വായിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് നല്ലൊരു വീടുണ്ടായിരിക്കാം, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും സന്തോഷവും സ്നേഹത്തോടെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഈ കാണുന്ന റീൽസും മറ്റ് ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളൊക്കെ കാണുമ്പോൾ ഒന്നുമില്ലല്ലോ, അയ്യോ നമ്മളൊക്കെ പാവങ്ങളാണ്, അല്ലെങ്കിൽ എനിക്ക് അവരെ പോലെ സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യും. അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ്, എസ്പെഷ്യലി വീട്ടമ്മമാർക്ക്. നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സന്തോഷങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളും നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ഒരു കാരണവശാലും നമ്മുടെ ലൈഫും ഒരു റീൽസ് കണ്ടോ അല്ലെങ്കിൽ മറ്റൊരു വ്ളോഗ് കണ്ടിട്ടോ നമ്മുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുകയേ ചെയ്യരുത്. റിയൽ ലൈഫും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കണം. അപ്പം അതുകൊണ്ട് തന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ലൈഫിൽ കൊടുക്കരുത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ അഡിക്ഷൻ ആൻഡ് ടൈം കൺസംഷൻ. നമ്മൾ ശരിക്കും ഈ ഫോണൊക്കെ യൂസ് ചെയ്ത് നമ്മളിപ്പോൾ എത്രയൊക്കെ ടൈം കൺസ്യൂം ചെയ്ത് നോക്കുവാണെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ പെട്ടെന്ന് ഫോൺ എടുത്ത് ഏതെങ്കിലും ഒരു ചാനൽ നമുക്ക് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. നമ്മൾ അതിലൊരു ഷോർട്സ് വീഡിയോ കണ്ടു എന്ന് വെച്ചോളൂ, നമ്മൾ ഇങ്ങനെ ഇരുന്ന് അടുത്തത് സ്വൈപ്പ് ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അത് നമ്മൾ പോലും അറിയാതെ ഒരു അഡിക്ഷൻ ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ പോലും അറിയത്തില്ല. അത് നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റിയെ ബാധിക്കും, നമുക്ക് നല്ല ഉറക്കം കിട്ടത്തില്ല, നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ അഡിക്റ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സ്, ഇപ്പം മറ്റുള്ളവരെ കണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളിൻ്റെ ബിഹേവിയർ കണ്ടിട്ട് നമ്മൾ അതുപോലെ ആവാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെ മനസ്സിലാക്കുന്നത് നമുക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മളിൽ മാറ്റം ഉണ്ടാകുമ്പോഴുണ്ടല്ലോ, നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ ഒക്കെ ആയിരിക്കും ഇതൊക്കെ നോട്ട് ചെയ്യുന്നത്. നമ്മളല്ലാത്ത രീതിയിൽ വേറെ ആരോ ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും അഡിക്ഷൻ ആയിട്ട് മാറാനായിട്ട് പാടില്ല നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗം എന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ബോഡി ഇമേജ് ആൻഡ് സെൽഫ് വർത്ത്. മിക്ക ആളുകളും, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ പറയുവാണ്, നമ്മളൊക്കെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഫോണിൽ ആട്ടോ ഫിൽറ്റർ ഉണ്ട്. അപ്പം നമ്മൾ നേരിട്ട് കാണുന്ന ഭംഗി ആയിരിക്കില്ല നമ്മുടെ വ്ളോഗിൽ കാണുന്നത്. നമ്മളൊരു ക്യാമറയിൽ നമ്മുടെ ഫേസ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുഖത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നത്തില്ല. നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടിരിക്കുന്ന സ്കിന്നായിരിക്കും, ചിലപ്പോൾ നല്ല ഗ്ലാസ് സ്കിന്നായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ മുഖം തന്നെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. അപ്പോൾ നമ്മുടെ അതേ ഏജിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കുറവോ ഉള്ള ആളുകൾ നമ്മളെ ഈ ഫോണിലൂടെ കാണുമ്പോൾ അവരോർക്കുന്നത്, അയ്യോ എനിക്ക് ഇത്രയും സൗന്ദര്യമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കറുത്തിട്ടാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ഇങ്ങനെ ഗ്ലാസ് സ്കിന്നല്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മളെ സ്വയം ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ ഒരിക്കലും ആ വ്യക്തിയെ നേരിട്ട് കാണുന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അത്ര ഫെയർ ആയിട്ടുള്ള ഒരാളല്ല, എനിക്ക് കുറച്ച് ഡസ്കി സ്കിന്നുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഈ വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ ഭയങ്കര സൗന്ദര്യവതിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതുപോലെ പല ആളുകളുടെയും വീഡിയോ നമ്മൾ കണ്ടിട്ട് അയ്യോ നമ്മളെ കാണാൻ കൊള്ളത്തില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുന്ന, സ്വയം കമ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എസ്പെഷ്യലി ലേഡീസിനാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനവൻ്റെ സൗന്ദര്യത്തിലും അവനവൻ്റെ കഴിവിലുമാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് വിഷമിക്കരുത്. പിന്നെ നമുക്കിതൊക്കെ ജസ്റ്റ് കാണാം, കണ്ടു കഴിഞ്ഞിട്ട് അത് അപ്പാടെ അങ്ങ് വിടുക. ഇല്ല, നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, ആരും നമ്മളെ നിർബന്ധിച്ചിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത്. ഒന്നുകിൽ നമ്മളിത് കാണുന്നത് സ്റ്റോപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ
എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊന്നും മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളോടെ എടുക്കാതെ അങ്ങ് കളയുവാണ് ചെയ്യേണ്ടത് കേട്ടോ. പ്രത്യേകിച്ച് ഈ ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കാണ് അങ്ങനത്തെ ചിന്തകൾ ഒരുപാട് വരുന്നത്. ശരിക്കും നമ്മളെക്കാളും, അതായത് നമ്മളെപ്പോലെ വ്ലോഗ് ചെയ്യുന്ന ആളുകളെക്കാളും നല്ല സ്കിന്നും നല്ല ആരോഗ്യമായിരിക്കും നിങ്ങൾക്കുള്ളത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല നിങ്ങളുടേത് നല്ല സ്കിന്നാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവമൊക്കെ നല്ലതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ കമ്പയർ ചെയ്യരുത്. അടുത്ത 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കൺസേൺസ്. ഇതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്നോട് 1-2 പേര് പേഴ്സണലായിട്ട് ഞാൻ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. നമുക്ക് ഒരു പ്രൈവസി ഇല്ലല്ലേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നവരാണല്ലേ. എസ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം നമ്മളെ നല്ല കാര്യങ്ങൾ മാത്രം സ്ക്രീനിൽ കാണിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരുടെയും ലൈഫിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ തന്നെയാണ് മിക്ക ആൾക്കാരും. അല്ലാതെ എല്ലാം സുഖമായിട്ട് കൊടുക്കുന്ന മനുഷ്യർ വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണല്ലേ. ഒരു സാധാരണക്കാരൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ ചില കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് വെക്കേണ്ടത് അങ്ങനെ തന്നെ വെക്കണം. ഒരുപാട് നമ്മളുടെ സീക്രട്ടും മറ്റു കാര്യങ്ങളും ഒന്നും ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പാടില്ല. എനിക്കും അതിനോട് യോജിപ്പുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളും എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളും മാത്രമേ ഞാൻ പറയുള്ളൂ എന്നുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് പല വ്ളോഗുകളും കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അല്ലേ, ഒട്ടും പ്രൈവസി അവർ കീപ്പ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് പറയുന്ന ആൾക്കാരുമുണ്ട്. കാരണം അവരുടെ ഇഷ്ടമാണല്ലേ. നമുക്കത് കാണണമെങ്കിൽ കാണാം, കാണാത്തവർ കാണണ്ട. കണ്ടിട്ട് നമ്മൾ കുറ്റം പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അവർക്ക് തന്നെയാണ് നഷ്ടം. ഒരുപാട് സൈബർ ബുള്ളിങ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ തന്നെ ഒരു ഐഡൻറ്റിറ്റി, അതുവരെ അവർ കീപ്പ് ചെയ്തൊരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാറുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മിസ് ഇൻഫോർമേഷൻ ആൻഡ് പോളറൈസേഷൻ എന്നുള്ളതാണ്. ഒരുപാട് നമുക്ക് ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലേ മിസ് ഇൻഫോർമേഷൻസ് സ്പ്രെഡ് ചെയ്യുന്ന കാര്യം. എസ്പെഷ്യലി ഈ സെലിബ്രിറ്റീസിൻ്റെ കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനത്തെ വീഡിയോസ് വൈറലാവുകയും AI കൂടെ വന്നതിന് ശേഷം ഇപ്പം പറയുകയും വേണ്ടല്ലേ, ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസസ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ അതൊക്കെ കണ്ട് വിശ്വസിക്കും. അപ്പോൾ അതൊരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. എസ്പെഷ്യലി ഈ ഒരു ഇലക്ഷൻ സമയത്ത് വരുന്ന ന്യൂസുകളാണെങ്കിലും മറ്റ് ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളായിട്ട് കൊടുത്ത ഒരു പ്രശ്നമായിരിക്കാം മറ്റൊരാൾ എടുത്തിട്ട് അതിനെ നെഗറ്റീവാക്കി പറയുകയും പിന്നെ നമ്മൾ അതിൻ്റെ പേരിൽ നമ്മളെ ക്രൂശിക്കുകയും ചെയ്യും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പല വീഡിയോകളിലും പലരെ കുറിച്ചും പലരും ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ, നമുക്കൊക്കെ എന്ത് അവകാശമാണല്ലേ മറ്റൊരാളെ ജഡ്ജ് ചെയ്യാനായിട്ട്. ഇത് നമ്മളാണ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളൊരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കി അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കരുതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരല്ല ഉള്ളത്. എങ്ങനെയെങ്കിലുമൊക്കെ റീച്ച് ഉണ്ടാക്കണം, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണം, ക്രിട്ടിസൈസ് ചെയ്യണം, ശരിയും തെറ്റും എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ മറ്റൊരാളെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് വളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളും കാണും. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സ്ട്രൈക്ക് ഔട്ട് ആയൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇന്നത്തെ കാലത്ത് പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലേ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മക്കളും ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു കാലമൊക്കെ പോയല്ലേ. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു വിഷമം കൂടി തോന്നുന്ന കാര്യമാണ്. കാരണം ഇന്ന് നമ്മളൊരു മാളിൽ പോയാലും അല്ലെങ്കിൽ പുറത്ത് പോയാലും വീക്കെൻഡ് ആയാലും നമുക്ക് പുറത്ത് പോയേ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പുറത്ത് പോകുന്നത് എന്തിനാണ്? നമുക്ക് ഫാമിലിയായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാതെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം അതൊക്കെ ഒരുപാട് മാറ്റണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനും പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആയപ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നി അങ്ങനെ നമ്മൾ അമിതമായി ഫോൺ ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നുള്ളത്. നമുക്ക് ഒരുപാട് ബോറടിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ഫോൺ തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്യണം അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ നല്ല മൊമെന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. അതിനൊക്കെ നമ്മൾ നന്ദി പറയുകയും വേണം. പിന്നീട് വേണം നമ്മൾ മറ്റു സോഷ്യൽ മീഡിയ ആൾക്കാരെ ഫോളോ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ തിരുത്തുക. പിന്നെ ഇന്ന് ഞാനാണെങ്കിൽ ഒരു പാഴ്സൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നായിരുന്നു. അതിൻ്റെ കോഡ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മീഷോന്നാണ് ഞാൻ എപ്പോഴും കൂടുതൽ ഡ്രസ്സസ് എടുക്കുന്നത്. പിന്നെ ഒരു ഗൗൺ എടുത്തിട്ടുണ്ട്, അത് പ്യുവർ കോട്ടൺ ആണ്. അപ്പം ഞാനത് പിറ്റേ ദിവസം കഴുകിയതിന് ശേഷമാണ് ഇട്ടത്. കഴുകിയപ്പോഴത്തേക്കും കളറൊന്നും
കളറൊന്നും പോയിട്ടൊന്നും ഇല്ല കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. ചെറുതായിട്ടൊന്ന് കളർ പോയെങ്കിലും കളർ അങ്ങനെ ഒരുപാട് അങ്ങനെ ഇളകി വന്നിട്ടില്ല. ആ ഒരു തുണിയുടെ ഒരു പശപശപ്പൊക്കെ പോയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് ഒത്തിരി പേര് ഇട്ടേക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. ഈ റീസെൻ്റ് ആയിട്ട് പുറത്ത് പോയ സമയത്ത് ഞാനിങ്ങനെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ അത് കുറച്ച് ലെങ്ത് കുറവായിട്ട് നമുക്ക് ഫ്രോക്ക് ടൈപ്പിൽ ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രേസ്ലെറ്റും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ലിങ്ക് രണ്ടിൻ്റെയും ഞാൻ കൊടുത്തേക്കാം. പിന്നെ അതിൻ്റെ ആ ഗൗണിൻ്റെ കയ്യിൽ ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട്, ഒരു എലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ഡിസൈനാണ് കേട്ടോ. നല്ല തുണിയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്ത് വെച്ചേക്കോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.